കണ്ണൂർ മാതമംഗലത്ത് കളിയാട്ടത്തിനിടെ മാല മോഷണം. 5.5 പവന്റെ മാലയാണ് മോഷ്ടിച്ചത്. 4 പേർ ചേർന്ന് കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നോക്കൂ, പുറകിലൊരാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. സംഘം ചേർന്ന് അവരുടെ പിന്നിലും കുറച്ച് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അവരൊരു സംഘമായി മാറുന്നുണ്ട്. സംഘമായി മാറി അവർ ഒരു തിരക്കും അവിടെ ആവശ്യമില്ല. തിരക്കില്ലാത്ത സ്ഥലത്ത് ഒരു തിരക്കുണ്ടാക്കുന്നത് നോക്കണം. ഇതാ കണ്ടോ, ഇതാ കണ്ടോ, ഇതാ നോക്കൂ, നോക്കൂ, ഒരു തിരക്കുണ്ടാക്കുന്നത് നോക്കൂ. അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് കാണാം. നോക്കൂ, കൈ ഇങ്ങനെ പോകുന്ന കണ്ടോ, തിക്കും തിരക്കും ഉണ്ടാക്കി കൈ ഇങ്ങനെ പോയി. ഒരു തിരക്കിന്റെയും ആവശ്യം അവിടെയില്ല. മാല പൊട്ടിച്ചു. ആ പാവം, ആ അമ്മയുടെ മാല പോയി. ണിയുടെ 5.5 പവന്റെ സ്വർണ്ണമാലയാണ് നഷ്ടമായത്. 5.5 പവൻ 5.5 പവൻ സ്വർണ്ണമാലയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വരാൻ പാടുണ്ടോ എന്നൊരു വേറൊരു ചോദ്യമുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞു, സ്വർണ്ണത്തിനൊക്കെ വില പിടിച്ച സമയമാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് വരുമ്പോൾ ഒന്നുകൂടി സൂക്ഷിക്കണം. ഇന്നലെ മാതമംഗലം പുലിയൂർ കാളി ക്ഷേത്രത്തിൽ നടന്ന കളിയാട്ടത്തിനിടെയാണ് ഈ മോഷണം നടക്കുന്നത്. പാണപ്പുഴ പരവൂർ സ്വദേശിയായിട്ടുള്ള രോഹിണി എന്ന് പറയുന്ന 76-കാരിയുടെ മാലയാണ് മോഷണം പോയിരിക്കുന്നത്. അത് മാലയും അതുപോലെ തന്നെ അതിന്റെ ലോക്കറ്റും ഉൾപ്പെടെ 5.5 പവന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു എന്നുള്ളതാണ് ഈ കേസ്. ഇതിനകത്ത് ഈ സംഭവം പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം 3 മണിക്കുള്ളിലായിട്ടാണ് ഇത് നടക്കുന്നത്. അവിടെ ക്ഷേത്രത്തിൽ നടന്ന തെയ്യത്തിന്റെ കുറി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് രോഹിണി ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ മോഷണം നടക്കുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. കർണാടക സ്വദേശികളായിട്ടുള്ള 4 പേരാണ് ഈ സംഭവത്തിനകത്ത് പങ്കാളിയായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനകത്ത് ഒരു സ്ത്രീ വന്ന് ഈ പറയുന്ന രോഹിണി കുറി വാങ്ങുന്നതിന് വേണ്ടി തെയ്യത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ രോഹിണിയുടെ കഴുത്തിൽ ചുമലിൽ കൈവയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ കൈ ഉപയോഗിച്ച് തന്നെയാണ് ഈ മാല കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇവർ മറ്റൊരു സ്ത്രീക്ക് കൈമാറി. അങ്ങനെ ഒരു 4 പേരാണ് ഈ സംഘത്തിലുള്ളത്. കർണാടക സ്വദേശികളാണ് എന്ന് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. പെരിങ്ങോം പോലീസിനാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല.